വാർത്തകൾ തുടരുന്നു. MIC കയ്പമംഗലം യൂണിറ്റ് സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള അനാഥകളുണ്ടായിരുന്നു, പക്ഷേ അവരെ സംരക്ഷിക്കുവാൻ സ്ഥാപനങ്ങളുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് ഭക്ഷണവും വസ്ത്രവും കൊടുത്തുകൊണ്ട് അവരെ ആദരിച്ചു. എന്നാൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വന്നതോടുകൂടി അവർക്ക് വിദ്യാഭ്യാസവും ഭക്ഷണവും വസ്ത്രവും സംസ്കാര സമ്പന്നരാക്കി വളർത്തിയെടുക്കുവാനുള്ള കേന്ദ്രങ്ങൾ നമ്മുടെ രാജ്യം ഉണ്ടായിട്ടുണ്ട് എന്ന് വളരെയധികം അനുഗ്രഹീതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 1, 2, 3 കുട്ടികളെ കൊണ്ട് തുടങ്ങിയ പല സ്ഥാപനങ്ങളിൽ നിന്ന് വലിയ വലിയ വിദ്യാഭ്യാസ സമുച്ചയങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ കീഴിലും ധാരാളം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. MIC കേന്ദ്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറി PA സെയ്ദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാർ പ്രാർത്ഥന നിർവഹിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് മുഖ്യാതിഥിയായിരുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സമസ്ത ജില്ലാ പ്രസിഡന്റ് SMK തങ്ങൾ, RV സിദ്ദിഖ് മുസ്ലിയാർ, PMA ജബ്ബാർ, മുഹമ്മദ് ഫൈസി ഓണംപിള്ളി, ബഷീർ ഫൈസി ദേശമംഗലം, CC ശ്രീകുമാർ, RP ബഷീർ, CA മുഹമ്മദ് റഷീദ്, KK അഫ്സൽ, PB താജുദ്ദീൻ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം സെഞ്ചുറി സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കയ്പമംഗലം ഫിഷറീസ് സ്കൂളിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും അത്യാവശ്യമാണ് നമ്മുടെ കണ്ണിന്റെ കാഴ്ച എന്നുള്ളത്. ഇത് വളരെയധികം നമുക്ക് ചിലവേറിയതുമാണ്. കാഴ്ച എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സയും ഓപ്പറേഷനുകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാവരും. അപ്പോൾ നമ്മുടെ ഇവിടെ സെഞ്ചുറി ക്ലബ്ബിൽ നിന്ന് നടത്തുന്ന ഈ നേത്ര ചികിത്സാ ക്യാമ്പ് നമ്മുടെ പ്രത്യേകിച്ചും തീരദേശ മേഖലയായ സാധാരണക്കാർക്ക് വളരെ ഉപകാരപ്രദമാണ്. അതിന് തന്നെ ഈ സെഞ്ചുറി ക്ലബ്ബിന് ഞാൻ ഇങ്ങനെ ഒരു വേദി ഒരുക്കിയതിനും ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതിനും സെഞ്ചുറി ക്ലബ്ബിനെ അഭിനന്ദിച്ചോട്ടെ. തീർച്ചയായിട്ടും നമുക്ക് ഈ ക്യാമ്പ്, ഇന്നത്തെ ഈ ക്യാമ്പ് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. കാരണം ആർക്കും കാഴ്ചകൾ നഷ്ടപ്പെടാതിരിക്കട്ടെ എന്നുള്ളത് ആദ്യമായിട്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു അവസരങ്ങൾ ഒരുക്കിയതിന് സാധാരണക്കാർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമുക്കത് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ഇനിയും BS ശക്തിധരൻ അധ്യക്ഷനായി. മതിലകം SI C പ്രേമാനന്ദ കൃഷ്ണൻ, KJ ഷാനിൽ എന്നിവർ സംസാരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ ധൂർത്തും അഴിമതിയും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് CPIM നാട്ടിക ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന അഴിമതിക്കാരായ നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ധിക്കാരപരമായ നിലപാടിനെതിരെ ഈ നാട്ടിലെ ബഹുജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് നാട്ടിക ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പ്രതിഷേധ പ്രകടനം CPIM ഏരിയ സെക്രട്ടറി PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാര് അദ്ദേഹത്തോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് നിങ്ങൾ നടത്തുക, ഇതിനെവിടെ നിന്നാണ് പണം, എന്താണ് ഇതിലുള്ള പ്രോജക്റ്റുകൾ, ആ പ്രോജക്റ്റുകൾക്ക് ആരാണ് അംഗീകാരം നൽകിയത്, അതിന് ഏതെങ്കിലും നിയമപരമായ അംഗീകാരമുണ്ടോ എന്ന ചോദ്യത്തിന് ഒന്നും തന്നെ മറുപടി നൽകാതെ അനിൽ പുളിക്കൻ ചെയ്തത് മുഖ്യമന്ത്രിയുടെ ഈ നാടിന്റെ ഖജനാവ് കൊള്ളയടിക്കാൻ ആർക്കും കൂട്ടി നിൽക്കാൻ തയ്യാറാകുന്ന ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ ഒരു സ്പെഷ്യൽ ഓർഡർ കൊണ്ടുവരികയാണ് ചെയ്തത്. ആ സ്പെഷ്യൽ ഓർഡറിലൂടെ ഇതൊക്കെ ചെയ്തോളാൻ സംഭവിച്ചു. എന്താ ചെയ്തത്? ആ സ്പെഷ്യൽ ഓർഡറിന്റെ പിൻബലത്തിൽ നേരത്തെ സ്വാഗത പ്രാസംഗൻ സൂചിപ്പിച്ച പോലെ നാട്ടിലെ ആളുകളുടെ പണം സംഘടിപ്പിച്ചുകൊണ്ട് നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ നേരത്തെ നിയമമുണ്ട്. അത് ഈ സ്പെഷ്യൽ ഓർഡറിലൂടെ ഉണ്ടായ നിയമമല്ല. ആ നേരത്തെ ഉണ്ടായ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില നിയന്ത്രണങ്ങൾ ആ കാര്യത്തിലുണ്ട്. ആ നിയന്ത്രണങ്ങൾ ഒന്ന്, അങ്ങനെ ലഭിക്കുന്ന തുക മുഴുവൻ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിലുള്ള ഒരു പ്രത്യേക അക്കൗണ്ടിൽ വന്നു ചേരേണ്ടതാണ്. അങ്ങനെ വന്നു ചേരുന്ന പണം പഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിച്ച് ചർച്ച ചെയ്ത് അംഗീകരിച്ച പ്രോജക്റ്റുകൾക്ക് വേണ്ടി
ചെലവഴിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് അധികാരമുണ്ട്. അതും നേരിട്ടല്ല. ലോക്കൽ സെക്രട്ടറി ടി.കെ. ദേവദാസ് അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം KV പീതാംബരൻ, CK അബ്ദുൾ മജീദ്, MA തോമസ്, C ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ തളിക്കുളം സെന്ററിൽ ജനമുന്നണിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹം നടത്തി. പഞ്ചായത്തിന്റെ കൈവശമുള്ള സ്ഥലത്ത് പൊതുശ്മശാനം സ്ഥാപിക്കുക, സ്നേഹതീരം കാർണിവലിൽ വിനോദ നികുതിയിൽ തട്ടിപ്പ് നടത്തിയവരിൽ നിന്ന് നഷ്ടവും പിഴയും ഈടാക്കുക, തെരുവ് വിളക്കുകൾ കത്തിക്കുക, കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുക, സ്നേഹതീരം പാർക്കിൽ നിന്ന് വിനോദ നികുതി പിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സത്യാഗ്രഹം. RMP സംസ്ഥാന കൺവീനർ PJ മോൻസി സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. ജനമുന്നണി ചെയർമാൻ UA രാജൻ അധ്യക്ഷത വഹിച്ചു. സ്വാമി പട്ടരപുരയ്ക്കൽ, MR അപ്പു, KS ബിനോജ്, VP രഞ്ജിത്ത്, PK ദാവൂദ് എന്നിവർ സംസാരിച്ചു. ഭരണ നേതൃത്വത്തെ അഴിമതി ബാധിച്ചാൽ പിന്നെ അത് സർവ്വവ്യാപിയായി മാറും. അത് നമ്മൾ തളിക്കുളത്തും കാണുകയാണ്. ഇപ്പോഴാണെങ്കിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട് ചില പുതിയ പ്രഖ്യാപനം കൂടി നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ട്. ഈ അടുത്ത അവസരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മതനായ നേതാവ് അഴിമതിയുമായി ബന്ധപ്പെട്ട് ഒരു കേസിലകപ്പെടുകയും ഏതോ ഒരു കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തപ്പോൾ ആ കുറ്റവിമുക്തനാക്കപ്പെട്ട നേതാവിന്റെ പേരിൽ വലിയ സ്വീകരണ കോലാഹലങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു വരികയാണ്. ഈ കോലാഹലങ്ങളുടെ ഇടയിൽ നിന്ന് ഭരണവർഗ നയങ്ങൾക്കെതിരെ ജനകീയ ബദൽ കെട്ടിപ്പടുക്കുക എന്ന മുദ്രാവാക്യവുമായി CPIML സംസ്ഥാന സെക്രട്ടറി PN പ്രവിന്ദ് നയിക്കുന്ന ജാഥയ്ക്ക് ചന്ദ്രാപിന്നി സെന്ററിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ ഉദ്ഘാടനം നിർവഹിച്ചു. KV പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. രാജേഷ് അപ്പാട്ട്, TC സുബ്രഹ്മണ്യൻ, ND വേണു, PC അജയൻ, VV ഉല്ലാസ്, രാജൻ പട്ടാട്ട് എന്നിവർ സംസാരിച്ചു. അവർക്ക് ജീവിക്കാനുണ്ടോ ഈ മാലാകത്തിന്, ഈ കുഞ്ഞാളികളെ അന്വേഷിച്ചില്ല എന്ന് മാത്രമല്ല ആ കൊള്ള തുടരുന്ന അത്തോളിക്ക സഭ ഇറങ്ങി വരിക, അവന്റെ പിന്നാലെ പോവുക. അപ്പോ പരിസ്ഥിതിയെ സംരക്ഷിക്കണം. നമുക്ക് ആലോചിച്ചിട്ട് വരും ഇനി എങ്ങനെ വീടുണ്ടാക്കണമെന്ന്, എങ്ങനെ വലിയ നിർമ്മിതികളെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. ദേശീയപാത വികസനത്തിന്റെ പേരിൽ ലക്ഷോപലക്ഷത്തിന്റെ കമ്പോളങ്ങൾ കാച്ചു തകർത്താൽ അത് പുനർന്നു നിർമ്മിക്കാൻ നമുക്ക് ആരാധനയ്ക്കണം. പ്രളയം സമ്പാദിക്ക് 600 ബെഡ്റൂമുള്ള ഒരു കെട്ടിടം ഉണ്ടാക്കാം. പക്ഷേ ഒരു മനനിലയിൽ സൃഷ്ടിക്കാനാവില്ല. അതിന്റെ നാശം മാനവരാശിയെ കൊണ്ടുപോകും. മുതലാളിത്തത്തിന് കണ്ണിൽ ചോരയില്ലാതെന്ന് വെച്ച മുതലാളിത്ത വ്യവസ്ഥയ്ക്ക് കണ്ണിൽ ചോരയില്ലാതെന്ന് ചരമവാർത്ത. മതിലകം ബാപ്പുട്ടി മുസ്ലിയാരുടെ മകൻ മുല്ലച്ചം വീട്ടിൽ ഹംസ നിര്യാതനായി. 70 വയസ്സായിരുന്നു. നഫീസയാണ് ഭാര്യ. അബ്ദുൽ ഖാദർ, അബ്ദുൽ കബീർ, ഷിഹാബ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മോഷണം ഉൾപ്പെടെ നിരവധി കേസുകളിൽ അറസ്റ്റിലായി ജാമ്യമെടുത്ത് ഒളിവിൽ പോയ ആളെ 15 വർഷത്തിനു ശേഷം കൊടുങ്ങല്ലൂർ പോലീസ് പിടികൂടി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ധർണ നടത്തി. MIC കയ്പമംഗലം യൂണിറ്റ് സിൽവർ ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.